ഹലോ ഗൈസ്, ഇപ്പം ഞാൻ പൻവേലിലെത്തി. ഇപ്പം ഞാൻ ആദ്യം കാണാൻ പോകുന്നത് കല്ലു വാട്ടർഫാളാണ്. അപ്പം കല്ലു വാട്ടർഫാൾ കാണാൻ വേണ്ടി അവിടുന്ന് കല്യാണിലേക്ക് ട്രെയിൻ കയറി അവിടുന്ന് സവർണയിലേക്ക് ബസ് എടുക്കുക. ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് വരുന്നത് 20 റുപ്യാണ്. അങ്ങനെ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് ബസ് സ്റ്റാൻഡ് പിടിച്ചു. ബസ് കിട്ടി. ടിക്കറ്റ് കണ്ടക്ടർ വാങ്ങിയത് 390. ടിക്കറ്റ് കണ്ടപ്പോൾ എന്തോ തകരാറ് പോലെ തോന്നി. അതാണ് മറാഠി ലിപിയാണ്. അതൊന്ന് ഗൂഗിൾ ലെൻസ് നോക്കിയപ്പോൾ അത് കറക്റ്റ് പൈസ മനസ്സിലായി. 264 റുപ്യ ആയത് രണ്ടാകും കൂടി. അതായത് ഒരാൾക്ക് 132. അങ്ങനെ കണ്ടക്ടർ വന്നപ്പോൾ ചോദിച്ചു, അയാൾ ബാക്കി പൈസ വന്നു. പിന്നെ അയാളൊന്നും മിണ്ടിച്ചില്ല. അയാൾ നമ്മളെ പറ്റിക്കാൻ നോക്കിയാണ് മനസ്സിലായിനത്. പിന്നെ വേറെ ചോദിക്കാനൊന്നുമില്ല. അങ്ങനെ സവർണ ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ ചെറിയൊരു വാട്ടർഫാൾ കാണാനുണ്ടായിന്. അത് കണ്ട് അങ്ങനെ നടന്നു തുടങ്ങി. കുറേ ദൂരം നടക്കാനുണ്ട്. അങ്ങനെ വൈകുന്നേരം ആയിന്. അപ്പോഴത്തേക്ക് വാട്ടർഫാൾ ക്ലോസ് ആണ്. ആ വില്ലേജ് ടെൻ്റ് എടുക്കാൻ നോക്കുമ്പോൾ ഒരു ഏച്ചി നമ്മളെ കണ്ടു. ഏച്ചി നമ്മളെ വീട്ടിൽ തന്നെ ടെൻ്റ് അടിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഏച്ചി നമുക്ക് വേണ്ടി സഹായങ്ങളൊക്കെ ചെയ്തു തന്നു. പിന്നെ ഏച്ചി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് വീട്ടിൽ. അങ്ങനെ ആ വില്ലേജ് വേറെ ഹോട്ടലൊന്നുമില്ല. അതുകൊണ്ട് വില്ലേജിൽ തന്നെ ഫുഡ് കഴിക്കാൻ വെച്ച്. ഫുഡിന് 150 റുപ്യാണ് ഒരു നേരത്തെ ഫുഡിന് അവിടെ. പിന്നെ ഇവിടെ വേറെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. അതുകൊണ്ട് സ്റ്റേ ആണെങ്കിൽ ഈ വില്ലേജിൽ തന്നെ സ്റ്റേ ചെയ്യുക. ഈ ഏച്ചി ഇവിടെ ഹോം സ്റ്റേ കൊടുക്കുന്നുണ്ട്. ഒരാൾക്ക് 200 വെച്ചാണ് വാങ്ങുന്നത്. നിങ്ങൾ കല്ലൂർ വാട്ടർഫാൾ കാണാൻ വരുന്നുണ്ടെങ്കിൽ വില്ലേജിൽ നിന്ന് സ്റ്റേ അടിക്കുക. റൂം ചെയ്താൽ അങ്ങനെ രാവിലെ എണീച്ചു. ഏച്ചി കുളിക്കാനായിട്ട് ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി തന്നെ. അങ്ങനെ ചായ ഫുഡൊക്കെ വെച്ച് ഞങ്ങൾ ട്രക്കിങ് തുടങ്ങി. നല്ലോണം നടന്നിന്. അങ്ങനെ കല്ലൂർ വാട്ടർഫാളിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. സിപ്പ് ലൈൻ ഉണ്ട്, അത് കിടക്കണം. അപ്പ് ആൻഡ് ഡൗൺ 100 റുപ്യാണ് ഒരാൾക്ക്. അങ്ങനെ കുറേ ട്രക്കിങ് കഴിഞ്ഞ് സ്പോട്ടിലെത്തി. ഇതാണ് മെയിൻ പോയിന്റ്. കണ്ടോ എന്താ കാഴ്ച.